ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ പുട്ടോ ചപ്പാത്തിയോ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 4 ദിവസവും ഉണ്ടാക്കുന്നത് ദോശ ഇഡ്ഡലിയോ തന്നെയായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും ദിവസവും ദോശ മസ്റ്റായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ. ഇവിടെ അങ്ങനെയാണേ. ഡെയിലി കഴിക്കുന്നത് ഒരേ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ ടേസ്റ്റ് വ്യത്യാസം വരാനായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് കൂടെ കഴിക്കുന്ന ചട്നികളോ കറികളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കലാണല്ലോ. തേങ്ങ ഉപയോഗിച്ചോ അല്ലാതെയോ ഇനിയിപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ള കുറച്ച് ചട്നികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ ഞങ്ങളുടെ സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യം തന്നെ വളരെ കുറച്ച് തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചട്നിയാണേ. ആദ്യം തന്നെ നമ്മൾ നേരത്തെ കണ്ട വലിപ്പത്തിലുള്ളൊരു വലിയുള്ളി ഇപ്പം കാണുന്നത് പോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ആ വലിയുള്ളി അരിഞ്ഞെടുത്തതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അത് ഞാൻ 2-3 കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ടാണേ. നല്ല വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരുമല്ലോ, അപ്പം തന്നെ ആ ഉള്ളിയുടെ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി എടുത്തിട്ട് ഞാൻ എപ്പോഴും ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കാറൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. അത് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു സംഭവം കൂടെ റെഡിയാക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓരോ വലിയുള്ളിയും തക്കാളിയാണല്ലോ. അതിനായിട്ട് 2 വറ്റൽ മുളക് ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്ക് 3-4 ഒക്കെ ആവാം കേട്ടോ. 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുമ്പോഴത്തേനും തന്നെ തക്കാളി വെന്ത് വന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കി എടുത്തിട്ട് ചട്ടവും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും തന്നെ ഉടഞ്ഞു വരും. ഇനി നമുക്കതിലേക്ക് ഏകദേശം 1 പിടി അളവിൽ തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ആഡ് ചെയ്തിട്ട് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കാറൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3-4 മിനിറ്റ് ഇളക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മുളക് പൊടി ചേർക്കാതെ നമ്മൾ വറ്റൽ മുളക് മാത്രമായിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. കളർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടെ ചേർത്താലല്ലേ നന്നായി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് രണ്ടും ചേർക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വറ്റൽമുളക് തീയിൽ ചുട്ടെടുക്കുന്നതിന് പകരം എണ്ണയിൽ ചൂടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ ചുട്ടരച്ചിട്ട് ഉണ്ടാക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. ചട്നിക്കായിട്ട് വറുത്തെടുത്ത സംഭവങ്ങളൊക്കെ ചൂടാറി വരാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കടുകൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ടാണ് കേട്ടോ പൊട്ടിച്ചത്. പിന്നെ ഇതിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ലൂസ് അല്ലാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ചട്നിക്ക് ടേസ്റ്റ് കൂടുതൽ. അടുത്തതായിട്ട് കുക്ക് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് നമ്മളിവിടെ അരച്ചെടുക്കാറുള്ള മല്ലി ചട്നിയാണേ. അതിനായിട്ട് ആദ്യം ഒരു മിക്സർ ജാറിലേക്ക് ഏകദേശം 2 പിടി അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ എടുക്കുന്നതിൻ്റെ 3-1 അല്ലെങ്കിൽ 4-1 ഭാഗം മാത്രമായിട്ട് പൊരികടല, അതായത് ഈ പൊട്ടുകടല ഉണ്ടല്ലോ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു പുളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും നമ്മളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും. നമ്മളിപ്പോൾ 2 പിടി അളവിലുള്ള തേങ്ങയ്ക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും. ഇനിയിപ്പോൾ ഈ ചട്നിയുടെ മെയിൻ താരമായിട്ടുള്ള മല്ലിയിലയാണ്. അതിപ്പോൾ ഈ കാണിച്ചത് മുഴുവനായിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് മുറിച്ചെടുക്കുമ്പോൾ ഏകദേശം നമ്മളുടെ 1 പിടി അളവിൽ തന്നെ വരുന്നത് അത്രയും. ഇത് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഈ ചട്നി വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ടാണെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ നമ്മളിവിടെ ഈ കാണുന്ന ഒരു പരുവത്തിൽ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുക്കാറുള്ളത്. ഇനിയിപ്പോൾ താളിച്ചൂടെ കൊട്ടാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിൻ്റെ കൂട്ടത്തിൽ ഈ ചട്നി താളിക്കാനായിട്ട് നമ്മൾ ഉഴുന്ന് പരിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കൂടെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചട്നിൻ്റെ മുകളിലേക്ക് കൊട്ടിയൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള മല്ലി ചട്നിയും റെഡി. ഒട്ടും തേങ്ങയില്ലാതെ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മളിവിടെ അരയ്ക്കാറുള്ള ഒരു ചട്നിയാണിത്. ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് 2-3 വെളുത്തുള്ളിയും കുറച്ചധികം കറിവേപ്പിലയും, അതായത് ഏകദേശം ഒരു 10-20 ഇല ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഏകദേശം 250 ഗ്രാം അളവിലാണ് കേട്ടോ ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു തക്കാളി കൂടെ ഇതേപോലെ 3-4 കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കും.
4-5 മിനിറ്റ് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ആ തക്കാളിന് ഈ ചട്ടവും കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് ഉടഞ്ഞും വരും. ഇനി അതിലേക്ക് കളറിനായിട്ട് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത ശേഷം അതിന്റെ പച്ചമണം പോവാനായിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കും. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഉണ്ടല്ലോ അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ചൂടാറി വരുമ്പോൾ ദാ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഈ ചട്നി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ലൂസാവാതെ ഇതുപോലെ തിക്കായിട്ട് തന്നെയാണ് കേട്ടോ നല്ലത്. അതുമാത്രമല്ല ഈ ചട്നി നമ്മൾ താളിച്ച് കൊട്ടാറുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചട്നികളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചട്നിയാണ് അടുത്തത്. ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത് പുതിനയിലയാണ്. അതിനായിട്ട് ആദ്യം എപ്പോഴത്തെയും പോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ ദാ ഏകദേശം ഒരു 1/2 സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുക്കണതിൻ്റെ ഇരട്ടി അളവിൽ ഉഴുന്നുപരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേനും തന്നെ അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയി വരുമല്ലോ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് കുഞ്ഞു 2 കഷ്ണം ഇഞ്ചിയും കൂടെ തന്നെ 2 പച്ചമുളകുമാണ് കേട്ടോ. എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് 3 ആണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണെല്ലാം പോയി വരുമല്ലോ. ആ സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ ചേർക്കാം. നമ്മളിപ്പോൾ ഇന്ന് 2 പിടി അളവിലാണ് കേട്ടോ തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേനും തന്നെ ഒന്നിങ്ങനെ ചുരുങ്ങി തേങ്ങ ഇങ്ങനെ വേർവിട്ട് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യാറുള്ളത് ഒരു കുഞ്ഞു കഷ്ണം പുളിയാണ്. പുളി ആഡ് ചെയ്തത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാറുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പുതിനയില ചേർക്കാറുള്ളത്. പുതിനയില നമ്മൾ 1 പിടി അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്താലും ആ ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ. ആ ചൂടിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ പുതിനയില ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വരും. ഒരുപാട് അങ്ങോട്ട് നല്ല കളർ ചേഞ്ചായി കുക്കായി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി അതിലേക്ക് ചമ്മന്തിക്ക്, അതായത് നമ്മുടെ ഇപ്പം എടുത്തിരിക്കണ ഈ തേങ്ങയുടെയും പുള്ളിയുടെയും എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഒരുപാട് സമയം അതിനകത്ത് തന്നെ വെച്ചാൽ പുതിനയിലയുടെ കളറ് ചേഞ്ച് ആവുമല്ലോ. പുതിനയില ദാ ഇപ്പം ഈ കാണുന്നത് പോലെ ഒന്ന് വാടി വരുമ്പോഴത്തേനും തന്നെ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതിൽ തന്നെ ചൂടിൽ ഒരുപാട് സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ ചേഞ്ചായി വരുമല്ലോ. പാത്രത്തിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വേഗം ചൂടാറി വരികയും ചെയ്യും. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്കിത് താളിച്ചൂടെ കൊട്ടാം. താളിക്കുന്നതിനോടൊപ്പം കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമായിട്ടാണ് താളിച്ചെടുത്തത്. അതുപോലെ തന്നെ തേങ്ങ ചൂടാറി വരുന്ന സമയത്ത് ദാ ഇപ്പം ഈ കാണുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത്. ഇതും ഒരുപാട് ലൂസായിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് തോന്നാറില്ല. ഇനി അതിലേക്ക് താളിച്ചെടുത്തത് കൂടെ കൊട്ടിയൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള പുതിന ചട്നിയും റെഡി. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ചട്നികൾ നിങ്ങൾക്ക് അറിയാത്തതോ ഉണ്ടാക്കി നോക്കാത്തതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ചമ്മന്തികളും ചട്നികളൊക്കെ നമ്മളിവിടെ അരയ്ക്കാറുള്ളതുണ്ട്. അതൊക്കെ വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.